ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തേക്ക് വീണ്ടും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമുണ്ട്. ഭക്തലക്ഷങ്ങൾ ഇപ്പോൾ പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2:30 വരെ ഈ ചടങ്ങുകൾ തുടരും. എങ്ങും ഭക്തിനിർഭരമായ അന്തരീക്ഷമാണുള്ളത്. സ്മിത ഹരിദാസ് ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്മിതയിലേക്ക്. ഉന്മേഷ്, ഇപ്പോൾ ഈ ഭണ്ഡാരടുപ്പിനടുത്തുള്ള ഒരു തിരക്ക് കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനടുത്തേക്ക് വരാൻ പറ്റി. ഇത്രയും നേരം നമുക്ക് കുറേ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ മന്ത്രിമാരും MLA MP-മാരും ഒക്കെ പോയി. രാഷ്ട്രീയ നേതാക്കളും അതുപോലെ ട്രസ്റ്റ് ഭാരവാഹികൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. പിന്നെ മറ്റ് ഭക്തജനങ്ങൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് കയറാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇത് നിവേദ്യം തിളയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുത്തിയോട്ടം, തോറ്റമ്പാട്ട്, ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഇന്നത്തെ. അതിൽ തോറ്റമ്പാട്ട് കലാകാരൻ, അതിൽ ആശാൻ മധു ആശാനാണ് ഇപ്പോൾ നിവേദ്യം ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഡൺ എന്ന് പറഞ്ഞ പോലെ അതിങ്ങനെ തിളച്ച് മറഞ്ഞ് കൊണ്ടിരിക്കുകയാണ്. അതിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താണ് അത് പൂർത്തിയാക്കുന്നത്. ആ നിവേദ്യം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഏകദേശം അത് പൂർത്തിയാകും. പിന്നീട് ഒരു 2-2:30 മണിയോടുകൂടി അതിന് പ്രത്യേക മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തത്തിലാണ് നിവേദ്യം ആയി മാറുന്നത്. അതിന് ശ്രീകോവിലിൽ നിന്നുള്ള തീർത്ഥം എല്ലാ ജനങ്ങളുടെ പൊങ്കാലക്കലത്തിലേക്കും തളിക്കുന്നു. അതോടുകൂടിയാണ് അത് നിവേദ്യമായി മാറുന്നത്. ഇനി അതിനുള്ളൊരു കാത്തിരിപ്പാണ്. പുറത്ത് എല്ലായിടത്തുമുള്ള പൊങ്കാല അടുപ്പുകളിലും ഈ നിവേദ്യം പാകമായിക്കൊണ്ടിരിക്കുകയാണ്. ആ നിവേദ്യം ഉണ്ടാക്കുക എന്നുള്ള ചടങ്ങ് തന്നെ ഈ പൊങ്കാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അതിനായി ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി, ഒരേ മനസ്സോടുകൂടിയാണ് നാനാജാതി മതസ്ഥർ, അത് അങ്ങനെ വേർതിരിവുകളൊന്നുമില്ലാതെ ഏക മനസ്സോടെയാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൻ്റെ അതിലുള്ള ഒരു സ്നേഹവും ഐക്യവും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഏത് ദൂരദേശങ്ങളിൽ നിന്ന് വന്ന ഭക്തരും അവർ ആറ്റുകാലമ്മയുടെ ഭക്തരായാൽ മാത്രം മതി, അല്ലെങ്കിൽ പൊങ്കാല വഴിപാടിനായി വന്നവരായാൽ മാത്രം മതി. അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഈ പരിസരത്തുള്ള എല്ലാ വീട്ടുകാരും ചെയ്തു കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അതിലിപ്പോൾ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളുമില്ലാതെ ഒരേ മനസ്സോടുകൂടിയാണ് അത് ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരം മുഴുവനും ആതിഥേയത്വം വഹിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു നാടിൻ്റെ, ഒരു ദേശത്തിൻ്റെ സംസ്കാരത്തെ, അതിൻ്റെ തനിമയെ, അതിൻ്റെ പാരമ്പര്യത്തെയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ക്ഷേത്ര ആചാരങ്ങളൊക്കെ തന്നെ, ക്ഷേത്രോത്സവങ്ങളൊക്കെ തന്നെ. അങ്ങനെ എല്ലാവർക്കും ഒരേ മനസ്സോടെ ഒത്തുകൂടാനുള്ള ഒരു സന്ദർഭം കൂടിയാകുന്നു. ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. എത്രയെത്രയോ ദൂരങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഒരേ മനസ്സോടെ ഇങ്ങനെ ഏകാഗ്രചിത്തരായി കാത്തുനിന്ന് ദേവീ ദർശനം നടത്തുന്നത്. ദേവീ ദർശനം നടത്തി അതിനുശേഷം അവർ പൊങ്കാല സമർപ്പണത്തിനായുള്ള ചടങ്ങുകളിലേക്ക് കടക്കുന്നു. ഇപ്പോൾ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ അത് ശരിക്കും പറഞ്ഞാൽ പകുതിയായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാ കലങ്ങളിലും നിവേദ്യം പാകമായി വരികയാണ്. പലതരത്തിലുള്ള ഇപ്പോൾ നാളികേരവും ശർക്കരയും നെയ്യും അരിയും ചേർത്തുള്ള പ്രധാനപ്പെട്ട പൊങ്കാല വഴിപാടുണ്ട്. അതുകൂടാതെ പലതരത്തിലുള്ള വഴിപാടുകളും ഇതിനോടൊപ്പം തന്നെ ചെയ്യുന്നവരുണ്ട്. ആ രീതിയിൽ എല്ലാ ചടങ്ങുകളും ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്മേഷ്, ഇത്തവണ കൊടും ചൂടായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം. അതുകൊണ്ട് തന്നെ വല്ലാത്ത ചൂടായിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ അത്ര കനത്ത ചൂട് അനുഭവപ്പെടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ ചെറിയൊരു മഴക്കോളുണ്ടായിരുന്നു, അതുകൊണ്ടാകാം ഒരു പക്ഷേ ഇന്ന് ഭക്തർക്ക് ശരിക്കും പറഞ്ഞൊരു നല്ല ദിവസമായി മാറുന്നു. ഒരു ദർശനത്തിന്, ക്ഷേത്ര ദർശനത്തിനുള്ള ക്യൂ, അതിലൂടെ ഓടി 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 ക്യൂവിൽ നീളുമ്പോൾ ഓടി ഓടി ഭക്തരെല്ലാവരും പോയി ക്ഷേത്ര ദർശനം നടത്തുന്ന കാഴ്ചകളും നമ്മൾ ഇതിനിടയിൽ കാണുന്നുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടവിട്ടുള്ള സമയങ്ങളിൽ ദേവിയുടെ പട്ടുടയാട, അതിൻ്റെ നിറങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ ഉടയാടകൾ ഇടവേളകളിൽ മാറ്റുന്നു. അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വനിതകളുടെ, സ്ത്രീകളുടെ ശബരിമല എന്നുള്ള പേരും ദേവിയുടെ ഈ രൂപങ്ങളിൽ വരുന്ന മാറ്റം, അല്ലെങ്കിൽ ദേവിയുടെ വേഷവിധാനങ്ങളിൽ ഇങ്ങനെ ഇടവിട്ടുള്ള മാറ്റം, ഇതൊക്കെ തന്നെ ആ സ്ത്രീകളുടെ ഒരു മനോഹരമായി സാരി ഉടുത്ത് അണിഞ്ഞൊരുങ്ങുകയാണ് ദേവി. അതിമനോഹരിയായി ആദിപരാശക്തി ഇങ്ങനെ വരികയാണ്. അതൊക്കെ തന്നെ വളരെ കൗതുകം നൽകുന്ന, മറ്റു ക്ഷേത്രങ്ങളിൽ നമ്മൾ അങ്ങനെ കാണാത്ത ചില കാഴ്ചകളാണ് എന്ന് പറയാം. ആ രീതിയിലും വ്യത്യസ്തമാവുകയാണ് ആറ്റുകാൽ പൊങ്കാല. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളൊക്കെ തന്നെ കൗതുകകരമാണ്. വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും വർഷങ്ങളായിട്ടുള്ള വിശ്വാസികൾ ഇങ്ങനെ ദിവസം വന്നു പോകുന്നവരുണ്ട്, ഇവിടെ സ്ഥിരമായി വന്നു പോകുന്നവരുണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മാത്രം എത്തുന്ന ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും വന്ന് എത്തുന്നവരുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഇടയ്ക്ക് കോവിഡ് വന്നു, അതുകൊണ്ട് മുടങ്ങിപ്പോയ അവരുടെ ദർശനം, അതുപോലെ പൊങ്കാല നിവേദ്യ സമർപ്പണം, അതിനൊക്കെ ഒരു അവസരം കൂടിയായി കണ്ടിട്ടാകാം. മറ്റൊന്ന് ശനിയും ഞായറുമാണ്, അവധി ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെയാകാം ഒരുപാട്
ഭക്തജനങ്ങൾ, ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓരോ നേരവും എത്രയെത്ര ഭക്തരാണ് ആറ്റുകാലമ്മയെ ദർശിക്കാനായി ഇവിടെ കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ പൊങ്കാല നിവേദ്യം ഏകദേശം അതിങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തീർച്ചയായിട്ടും ക്ഷേത്ര ചടങ്ങാണ്, അതങ്ങനെ തയ്യാറായാൽ ഉടൻ തന്നെ അതിൻ്റെ ചടങ്ങുകളിലേക്ക് കടക്കില്ല. ഏകദേശം 2:30 മണിയോടുകൂടിയൊക്കെയാണ് ഈ ചടങ്ങുകൾ ഉണ്ടാകാറുള്ളത് സാധാരണയായി. അതോടൊപ്പം തന്നെ ഈ തീർത്ഥം തളിക്കുന്നു. ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥം എല്ലാ പൊങ്കാല അടുപ്പുകളിലും തളിക്കുന്നതോടെ അത് നിവേദ്യമായി മാറുന്നു എന്നതാണ് സങ്കല്പം. ആ നിവേദ്യച്ചോറ് അല്പം ഭുജിച്ചതിന് ശേഷമാണ് വ്രതം മുറിയുക. ഇത്രയും ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ഇവരെല്ലാവരും തന്നെ വന്നിട്ടുള്ളത്. അങ്ങനെ ഭക്തി നിർഭരമായ ഈ അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഉന്മേഷ്. സ്മിത ഹരിദാസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ ഒരു ഇടവേളയിലേക്ക്.